B'Shem Abavro Kadisha Hadaloho Shariro La Ola Olmin Amen. നമ്മുടെ കർത്താവ് യേശുമിശിഹായിൽ എൻ്റെ സഹോദരനും പരിശുദ്ധ 3 സന്ദോസുകളുടെ സുവിവാഹമുള്ള ഓർത്തഡോക്സ് വിശ്വാസിയിൽ സംബന്ധിയും ആയ മക്കളെ നിങ്ങൾ കേട്ട് തിരിച്ചറിയുക. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ രഹസ്യങ്ങൾക്ക് ദൃക്സാക്ഷികളായിരിക്കാനും ബഹുമാനമുള്ളതും വില തീരാത്തതുമായ ഈ നൽവരം ശ്രേഷ്ഠമായ ഈ പദവിക്ക് അയോഗ്യനായ എൻ്റെ ബലഹീനത മുഖാന്തരം പ്രാപിപ്പാനും അത്യുന്നതനായ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കും ഉന്നതവും അതുല്യമായ ദീർഘായുസ്സും അടുത്തു വരുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നു. വാത്സല്യവാന്മാരും അനുഗ്രഹിക്കപ്പെട്ടവരുമായ മക്കളെ, ഇപ്പോൾ ആദ്യമായി ഈ ഉന്നത പദവിയുടെ നൽവരത്തിന് അനുയോജ്യമായിരിക്കുന്ന നേരായ മാർഗം ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ രഹസ്യങ്ങൾക്ക് വിശ്വസ്തരും ദൃക്സാക്ഷികളായിത്തീർന്നിട്ടുള്ളവർക്ക് യോഗ്യമായിരിക്കുന്ന പ്രകാരം അതിൽ നിങ്ങൾ തടസ്സം കൂടാതെയും കളങ്കം കൂടാതെയും നടക്കണം. അനുഗ്രഹിക്കപ്പെട്ട മക്കളെ, നമ്മുടെ കർത്താവ് യേശുമിശിഹാ പരിശുദ്ധ ഏവങ്കേലിയോനിൽ വെടിപ്പുള്ള തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിക്കുകയും അവർ പരിശുദ്ധ സ്ലീഹന്മാർ മുഖാന്തരം പരിശുദ്ധ സഭാമക്കളെയും സത്യവിശ്വാസികളായ എല്ലാ പിതാക്കന്മാരെയും മൽപ്പാന്മാരെയും ഭരമേൽപ്പിക്കുകയും അവർ അവരുടെ കാലടികളിൽ പിന്തുടരുകയും അതിനെ സ്ഥിരപ്പെടുത്തി ഉറപ്പിച്ച് പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരമുള്ള സത്യവിശ്വാസം മാറ്റം കൂടാതെ കാത്തുകൊള്ളുവാൻ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് യോഗ്യമാവുന്നു. മുഖ്യമായത് പിതാവിലും പുത്രനിലും പരിശുദ്ധ റൂഹായിലുമുള്ള വിശ്വാസമാവുന്നു. വിശുദ്ധ തൃത്വം പരിശുദ്ധ ക്നൂമാകളാവുള്ള സത്യ ഏക ദൈവമാവുന്നു. നിന്റെ വിശ്വാസം പരസ്യത്തിലും രഹസ്യത്തിലും അതായിരിക്കണം. വായ് കൊണ്ടും നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും നീ അത് ഉദ്ഘോഷിച്ച് പറയുകയും ചെയ്യണം. ദൈവത്തിൻ്റെ വചനമാവുന്ന രണ്ടാമത്തെ ഏക ക്നൂമ തൻ്റെയും തൻ്റെ പിതാവിൻ്റെയും ജീവനുള്ള തൻ്റെ പരിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ടത്താൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിൻ്റെ ഉദരത്തിൽ വസിക്കുകയും തൻ്റെ മനുഷ്യസ്നേഹത്താൽ അവളിൽ നിന്ന് ജഡം ധരിക്കുകയും ചെയ്തുവെന്നും കന്യാമറിയാമിൻ്റെ ഉദരത്തിൽ താൻ മുഴുവനായി വസിച്ചിരിക്കുമ്പോൾ തൻ്റെ ദൈവത്വത്തിൻ്റെ സിംഹാസനത്തിന്മേൽ താൻ ഇരുന്നിരുന്നു എന്നും നീ വിശ്വസിക്കണം. തൻ്റെ കരുണകൾക്ക് സ്തുതി. താൻ പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമാകുന്നു. പ്രജാതികൾ പ്രസ്താവിക്കുന്നത് പോലെ അല്ല. വീണ്ടും സ്തുതിയുവാപ്പെട്ട ഓർത്തഡോക്സ് വിശ്വാസം കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രകാരം വിശ്വസിപ്പാൻ നിങ്ങൾക്ക് യോഗ്യമാകും. ഒന്നാമതായി സ്ലേഹന്മാരിൽ ഒന്നാമനായ മോർ പത്രോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാസ് സ്ലിഹായെയും അവൻ്റെ സഹാക്കളെയും അവരുടെ സഹികളായ 72 അറിയിപ്പുകാരെയും നീ പിന്തുടരണം. വീണ്ടും അഗ്നിമയനായ മോർ ഇഗ്നാത്യോസിനെയും ദേവനാസ്യോസിനെയും യൂലിയോസിനെയും അത്താനാസ്യോസിനെയും ബസേലിയോസിനെയും ഗ്രിഗോറിയോസിനെയും ഈവാനിയോസിനെയും വായുടെ താക്കോലായ കൂർലോസിനെയും സത്യവിശ്വാസികളായ ശേഷം പിതാക്കന്മാരെയും മൽപ്പാന്മാരെയും നമ്മുടെ സഭയുടെ പ്രധാന മേലധ്യക്ഷനായ പരിശുദ്ധ കാതലിക്കാവായുടെയും കൽപ്പനകളെയും ശേഷം സഹോദര മെത്രാപ്പൊലീത്തന്മാരുടെ കൽപ്പനകളെയും ബലഹീനനായ എൻ്റെ കൽപ്പനയെയും അനുസരിക്കണം. അവരുടെ മാർഗത്തിൽ നീ നടക്കുകയും അവരുടെ കാലടികളെ അവലംബിക്കുകയും ചെയ്യണം. വീണ്ടും എന്നോടുകൂടെ യഹൂദന്മാരെയും കാവ്യരെയും കൂശന്മാരെയും സത്യവിശ്വാസത്തിനെതിരായ എല്ലാ വിശ്വാസത്തെയും നീ ദോഷിക്കുകയും ചെയ്യണം. വിശ്വാസം ഉപേക്ഷിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. ഞാൻ നിരസിക്കുന്ന സകലവും നീ നിരസിക്കുകയും അങ്ങ് നിരസിക്കുന്ന സകലവും ഞങ്ങൾ നിരസിക്കുകയും ഞാൻ ദ്വേഷിക്കുന്ന സകലവും നിങ്ങൾ ദ്വേഷിക്കുകയും ചെയ്യണം. അങ്ങ് ദ്വേഷിക്കുന്ന സകലവും ഞങ്ങൾ ദ്വേഷിക്കുകയും ചെയ്യും. ഞാൻ നിരസിക്കുന്ന സകലവും നീ നിരസിക്കുകയും അങ്ങ് നിരസിക്കുന്ന ഞങ്ങൾ നിരസിക്കുകയും ഞാൻ ദോഷിക്കുന്ന സർവ്വവും നിങ്ങൾ ദ്വേഷിക്കുകയും ചെയ്യും. അങ്ങ് ദ്വേഷിക്കുന്ന ഞങ്ങൾ അപേക്ഷിക്കുകയും ഞാൻ നിരസിക്കുന്ന സകലവും നീ നിരസിക്കുകയും അങ്ങ് നിരസിക്കുന്ന സകലവും ഞങ്ങൾ നിരസിക്കുകയും ഞാൻ ദ്വേഷിക്കുന്ന സകലവും നിങ്ങൾ ദ്വേഷിക്കുകയും ചെയ്യും. അങ്ങ് ദ്വേഷിക്കുന്ന സകലവും ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. ഇത് അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ വ്യതിചലിച്ചുള്ള കാര്യങ്ങളല്ല, അതനുസരിച്ച് പോകുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അടിസ്ഥാന കാര്യങ്ങളിൽ വ്യതിചലിക്കാതെ കാര്യങ്ങൾ പറയുമ്പോൾ നിരസിച്ചാൽ ദൈവശിക്ഷയ്ക്ക് വിധേയരാണ്.
വിശ്വാസം ഏറ്റുപറയുന്നു. ഞാൻ വിശ്വസിക്കുന്ന സകലവും നിങ്ങൾ വിശ്വസിക്കുകയും അങ്ങ് വിശ്വസിക്കുന്ന സകലവും ഞങ്ങൾ വിശ്വസിക്കുകയും ഞാൻ ഏറ്റുപറയുന്ന സകലവും നിങ്ങൾ ഏറ്റുപറയുകയും ചെയ്യണം. അങ്ങ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യും. ഞാൻ വിശ്വസിക്കുന്ന സകലവും നിങ്ങൾ വിശ്വസിക്കുകയും അങ്ങ് വിശ്വസിക്കുന്ന സകലവും ഞങ്ങൾ വിശ്വസിക്കുകയും ഞാൻ ഏറ്റുപറയുന്ന സകലവും നിങ്ങൾ ഏറ്റുപറയുകയും വേണം. അങ്ങ് ഏറ്റുപറയുന്ന സകലവും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യും. ഞാൻ വിശ്വസിക്കുന്ന സകലവും നിങ്ങൾ വിശ്വസിക്കുകയും അങ്ങ് വിശ്വസിക്കുന്ന സകലവും ഞങ്ങൾ ഞാൻ ഏറ്റുപറയുന്ന സകലവും നിങ്ങൾ ഏറ്റുപറയുകയും ചെയ്യും. അവിടുന്ന് ഏറ്റുപറയുന്ന സ്ഥലവും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യും. ഇപ്പോൾ എൻ്റെ ആത്മീയ മക്കളും വാത്സല്യവാന്മാരുമേ, നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നത് എന്തെന്നാൽ ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ യോഗ്യമായും കടപ്പെട്ടിരിക്കുന്ന പ്രകാരം മടിയും ഉദാസീനതയും കൂടാതെ നിൽക്കണം. പറഞ്ഞ് കേട്ടല്ലോ, മടി ഉദാസീനം നമ്മുടെ അച്ഛന്മാർക്ക് ഇത്തിരി കൂടുതലാണ്. ഇത് മലയാളം മുമ്പിൽ വെച്ച് കേട്ടാ പോകുന്നത്. മോഹത്തിൽ നിന്നും ലഹരിയിൽ നിന്നും ദൂർത്തിൽ നിന്നും വ്യാജത്തിൽ നിന്നും അത്യാഗ്രഹത്തിൽ നിന്നും വേശ്യാദോഷത്തിൽ നിന്നും മോഷണത്തിൽ നിന്നും അസൂയയിൽ നിന്നും കുറളയിൽ നിന്നും ദൈവത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുന്ന ശേഷം കാര്യങ്ങളിലും നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. കേട്ടല്ലോ എല്ലാം. എന്തെന്നാൽ ഇവയെല്ലാം ദൈവം മുമ്പാകെ നിന്ദ്യങ്ങളാകുന്നു. ഒരുവന് പ്രകാരം പ്രവർത്തിക്കുകയും അവൻ ആചാര്യക്രമത്തിൽ പെട്ടവനായിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അവൻ ദൈവത്തിൽ നിന്നും വൈദിക സ്ഥാനത്തിൽ നിന്നും തള്ളപ്പെട്ടവനായിത്തീരുന്നു. ഇത് എല്ലാവർക്കും പരസ്യമായി അറിവുള്ള കാര്യമാണ്. എന്നാലോ നിങ്ങൾ ശാന്തരും വിനീതരും നോമ്പും പ്രാർത്ഥനയും കുമ്പിടിയിലും ദണ്ഡ നമസ്കാരം നടത്തുന്നവരായിരിക്കണം. കണ്ണുനീരോടും നെടുവീർപ്പോടും വേണ്ടി പ്രാർത്ഥിക്കണം. നിന്റെ ജനത്തിനു വേണ്ടി ദൈവമുമ്പാകെ യാചിക്കണം. ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കുന്നതിനും നീയും നിന്റെ ജനവും പരീക്ഷയിലേക്ക് പ്രവേശിക്കാതിരിക്കുന്നതിനു വേണ്ടി തൻ്റെ മുമ്പാകെ നീ എപ്പോഴും അപേക്ഷകൾ ചൊരിയണം. എന്തെന്നാൽ ഇത് എല്ലായ്പ്പോഴും നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യമാകുന്നു. എന്തെന്നാൽ ഇത് എല്ലായ്പ്പോഴും നിങ്ങളുടെ പ്രവൃത്തികൾ അവർ കണ്ട് സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിനെ അവർ സ്തുതിക്കുമാറാകട്ടെ. നൽകിയ പ്രകാരം വിദേശികളെയും ദരിദ്രരെയും സ്നേഹിക്കണം. എല്ലാവരോടും ശാന്തതയോടും വിനയത്തോടും പെരുമാറണം. ഇപ്രകാരം നീ പ്രവർത്തിക്കുമെങ്കിൽ ദൈവഭവന സേവനത്തിനും നീ യോഗ്യനായിത്തീരും. നമ്മുടെ കർത്താവ് യേശു മിശിഹ രണ്ടാമത്തെ വരവിൽ ജീവനുള്ളവരെയും മരിച്ചുവരെയും അവൻ താൻ ന്യായം വിധിക്കുമ്പോൾ നീയും നിന്റെ ജനവും കരുണയും പ്രസാദം കണ്ടെത്തുകയും ചെയ്യും.